നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാവർക്കും അനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എന്നിട്ട് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് കൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്, 4 ബ്രെഡ്, ചെറിയ പീസ് ഇഞ്ചി, 3 പച്ചമുളക്, ഒരു സവോളയുടെ പകുതി, കടലമാവ് 50 ഗ്രാം. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്തിട്ട് എടുക്കണം. 4 സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ചിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അധികം ബലമൊന്നും പ്രയോഗിക്കേണ്ട, സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്താൽ മതി. തിരിച്ചും മറിച്ചു വിട്ടിട്ട് 2 സൈഡ് നമുക്കങ്ങനെ പരത്തിയെടുക്കാം. ഇതാ ഇങ്ങനെയാണ് പരത്തിയെടുത്താൽ ഉണ്ടാവുക. പിന്നെ നമുക്ക് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് കടലമാവ് ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് ലൂസാക്കി എടുക്കണം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച സവോളയും ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പുമാണ് വേണ്ടത്. ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ഓൾറെഡി നമ്മൾ വേവിച്ചതായതുകൊണ്ട് ഇനി വേവുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ അത് മിക്സായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് 4 ബ്രെഡിന് വേണ്ട തരത്തിൽ ബോളാക്കി എടുക്കാം. ബോളിൻ്റെ വലിപ്പം കൂടിപ്പോകാതിരിക്കാനും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. വലിപ്പം കൂടിപ്പോയാൽ നമുക്ക് ബ്രെഡ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റാതെയാവും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് മെല്ലെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഓരോന്നും എടുത്തിട്ട് കടലമാവിൽ ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം അധിക നേരം വെക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ ബ്രെഡ് അതിലോട്ട് അടർന്ന് വീണു പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് എണ്ണയിലോട്ട് ഇടാം. എണ്ണ തിളച്ച എണ്ണയിലോട്ടാണ് ഇടുന്നത്. ഇട്ടതിന് ശേഷം നമുക്ക് ലോയിലോട്ട് മാറ്റാം. ഉള്ളിലുള്ള ഫില്ലിങ്സൊക്കെ ഓൾറെഡി വെന്തതായതുകൊണ്ട് നമുക്ക് അധികമൊന്നും വേണ്ടി വരുന്നില്ല. പുറമേ ഉള്ള ആ ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു.